പൊന്നളി ഒരു രക്ഷയില്ല. ആഷിക അബു just 2 hours movie, short story, but സൂപ്പർ, ഒരു രക്ഷയില്ല, കിടിലം പടം. കുറെ ഗ്യാപ്പിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു പടം കാണുന്നത്. പടം എടുത്തേക്കുന്ന നല്ല വിന്റേജ് മൂഡിലാണ് എടുത്തേക്കുന്നത്, നൈസായിട്ടാണ് എടുത്തിട്ടുള്ള. ഇന്റർവെൽ വരെ കുറച്ച് എന്തോന്നു ഒരു ലാഗും ഇല്ലാതെ അടിപൊളിയായിട്ട് പോയിട്ടുണ്ട്. രണ്ട് പടം ഫ്ലോപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇത് അങ്ങനെ ആഷിക് അബു സംവിധാനം ചെയ്ത ദിലീഷ് പോത്തൻ, ദർശന രാജേന്ദ്രൻ, വാണി വിശ്വം തുടങ്ങിയ നീണ്ട താരത്തിന് ഒന്നിക്കുന്ന റൈഫിൾ ക്ലബ് റിലീസാണ്. സിനിമ സിനിമയുടെ പ്രശ്നം ചോദിച്ചു നോക്കാം. സൂപ്പർ, ഒരു രക്ഷയില്ല, കിടിലം പടം. കുറെ ഗ്യാപ്പിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു പടം കാണുന്നത് തന്നെ. ഒരു ആഷിക് അബുവിന്റെ തിരിച്ചുവരവെന്ന് തന്നെ പറയാം. നാളത്തെ വെള്ളിയാഴ്ച മാർക്ക് വയ്ക്കിയ ഒരു എതിരാളിയായി അതെന്നെ ഉറപ്പിക്കാം. വയലൻസ് പടം തന്നെയാണ്. വയലൻസ് അല്ല, ഒരു സംതിങ്, ഒരു അമൽനീരത്ത് പടം കണ്ട ഒരു ഫീലുണ്ട്. ആഷിക് അബു ആ ട്രാക്ക് മാറ്റി പിടിച്ചപ്പോൾ ആ ഒരു ലെവൽ തന്നെ പടത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും കിട്ടും, ഒരു രക്ഷയില്ല. ഇതിൽ റൈഫിൾ ക്ലബിലുള്ള ടീമുകൾ അത്രയും തകർത്തിട്ടുണ്ട്. it's a very nice movie, full on action, just 2 hours movie, short story, but a very good movie, like you should go and watch. Acting, everybody did a very good acting, even girls had done the action scenes and all, very nice. നല്ലൊരു ആക്ഷൻ ത്രില്ലറാണ്. നല്ല ആക്ഷനൊക്കെ ഉണ്ട്, നല്ല കഥയും നല്ലതാണ്. സ്ലോ പീസ് ആണോ അല്ല? കുറച്ച് സ്ലോ പേസ്, ഫസ്റ്റ് ഹാഫ് സ്ലോ പേസ്, സെക്കൻഡ് ഹാഫ് നല്ലായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? പടം നൈസാണ്, അടിപൊളി പടമാണ്. ആഷിക് അബുവിൻ്റെ വെയിറ്റ് ചെയ്തിരുന്ന കണ്ട പടമാണ്, നല്ല പടമാണ്. നല്ല എന്തോന്ന് പടം എടുത്തേക്കുന്ന നല്ല വിന്റേജ് മൂഡിലാണ് എടുത്തേക്കുന്നത്, നൈസായിട്ടാണ് എടുത്തിട്ടുള്ള. ഇന്റർവെൽ വരെ കുറച്ച് എന്തോന്ന് ഒരു ലാഗും ഇല്ലാതെ അടിപൊളിയായിട്ട് പോയിട്ടുണ്ടെങ്കിലും ഇന്റർവെൽ കഴിയുമ്പോൾ പടം പെട്ടെന്ന് തീർന്നു പോകുന്നതായിട്ട് തോന്നുന്നു. ഗൂസ് ബംസ് ആണ് ഇന്റർവെൽ വരെ, പടം പക്ക മൂഡാണ്. ട്രെയിലറിലൊക്കെ ഒരു ബാച്ചിലർ പാർട്ടി മൂഡൊക്കെ പറയുന്നുണ്ടല്ലോ. ബാച്ചിലർ പാർട്ടി ലെവലാണ്, പക്ഷേ അത് നമ്മൾ ആ ഫ്രെയിം എല്ലാം വർക്കൗട്ട് ആണ് അതുപോലെയാണ്. പക്ഷേ അതുമായിട്ട് ഒരു എൻ്റയർലി ഡിഫറൻ്റ് ആണ്. ബാച്ചിലർ പാർട്ടി കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് ആണ്, പക്ഷേ ഇത് അങ്ങനെയല്ല, വിന്റേജ് ആണ്, കുറച്ചുകൂടെ വിന്റേജ് മോഡലാണ് എടുത്തേക്കുന്നത്. പിന്നെ ഗൺസ് എല്ലാം പഴയ മോഡലും പുതിയ മോഡലും ആയിട്ടുള്ള ക്ലാഷ് അങ്ങനെയൊക്കെയാണ് എടുത്തേക്കുന്നത്. നൈസായിട്ട് നല്ല മൂവിയാണ്. പൊന്നളി ഒരു രക്ഷയില്ല. ആഷിക് അബു എങ്ങനെയുണ്ടായിരുന്നു? നല്ല സൂപ്പർ പടം, നല്ല അടിപൊളി പടമാണ്. എല്ലാവരും വന്ന് കാണണം. സിനിമയുടെ മേക്കിംഗ് അടിപൊളിയാണ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടിപൊളിയാണ്. ലെങ്ത് കുറവല്ലേ ബ്രോ? എങ്ങനെയുണ്ട്? ലെങ്ത് കുറച്ച് കുറവാണ്, പക്ഷെ നല്ല സിനിമയാണ്, എല്ലാവരും വന്ന് കാണണം. കൊള്ളാട്ടെ, നല്ലൊരു എന്റർടൈനർ. ഒരു ആക്ഷൻ പടം തന്നെയാണോ? മൊത്തം നല്ല മൂവിയായിരുന്നു. ലൈറ്റ് തീമാണ്, നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ റെക്സിൻ്റെ കംബാക്ക്, റെക്സ് വിജയൻ നല്ലപോലെ സ്കോറിങ് നല്ല കണക്കായിട്ടുണ്ടായിരുന്നു. സിനിമ സൂപ്പർ, മേക്കിംഗ് വൈസ് ഒരു നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അനുരാഗ് കശ്യപിൻ്റെ പെർഫോമൻസ് വളരെ സൂപ്പറായിട്ടുണ്ട്. വേറെ വിജയരാഘവനും വാണി വിശ്വനാഥും ചില്ലെന്ന് പറഞ്ഞ് വെടി അച്ഛനും കൊണ്ടുവരെല്ലാം ഒരേ പൊളിയായിട്ടുണ്ട്. പടത്തി ഫസ്റ്റ് ഭയങ്കര രസമുണ്ട്, കോമഡി സംഭവം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ഭയങ്കര വെറും പൊളിയാണ്. ആഷിക് അബുവിന് അവസാനം രണ്ട് പടം ഫ്ലോപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇത് നന്നായിട്ടുണ്ട്. ക്യാമറ ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിൽ കളറിംഗ് ആണെങ്കിൽ നന്നായിട്ടുണ്ട്. എല്ലാവരും ചോദിച്ചു 2 മണിക്കൂർ കുറഞ്ഞു വരും. പടം അത്ര മതി, എൻ്റെ ആവശ്യമില്ല, വലിച്ചിട്ടുണ്ട്, ഒരു ആവശ്യമില്ല. നൈസാണ്, ഫുൾ ആക്ഷനാണ്. പടം കൊള്ളാം. ഒരു നമുക്ക് ഇപ്പോൾ ഓൾറെഡി കാണാം. പടം സ്ലോ കാണാൻ കാണാൻ ഓക്കെ.